നമ്മൾ ലൈവ് ഇലക്ഷൻ ഡിബേറ്റിലേക്കാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സംവാദം വർക്കല ക്ലിഫിൽ നിന്ന് തുടരും. നമ്മൾ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ സമയം വളരെ കുറവാണ്. നേരത്തെ ശ്രീ എ സമ്പത്ത് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, അതിന് ചുരുക്കിയ ഒരു മറുപടി, അതായത് പ്രവാസി പുനരധിവാസ പാക്കേജ് അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകും എന്നുള്ള സർക്കാരിന്റെ വാഗ്ദാനം അതൊന്നും നടപ്പായില്ല. ഇവിടെ സഖാവ് ജോയി അഡ്വക്കേറ്റ് വി ജോയി ചുറ്റിക്കാരുവാൾ നക്ഷത്രം അടയാളത്തിൽ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി 18ാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഇവരുൾപ്പെടെ ഇവിടെ ഉന്നയിച്ച വിഷയങ്ങൾ ലോക്സഭയിൽ ഉന്നയിക്കുകയും ഇവിടെ യൂണിയൻ ഗവൺമെൻറ്റിനെ കൊണ്ട് ആ വിഷയങ്ങൾക്ക് പരിഹാരം തേടുന്നതിനും സംസ്ഥാന ഗവൺമെൻറ്റുമായി ഏകോപനം നടത്തുന്നതിനും നിലവിൽ നമ്മുടെ ഇവിടെ MLA ആയിട്ടുള്ള ജോയിക്ക് നിശ്ചയമായും കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ജോയിക്ക് വേണ്ടി ഞാൻ വീണ്ടും വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അവർ ചോദിച്ച ഉത്തരം കേരള നിയമസഭയിൽ എന്ത് ചെയ്യുന്നുള്ളതാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് 6 മാസം പൈസ കൊടുക്കുന്നത്. കേരള നിയമസഭയിൽ തുടർന്ന് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് 6 മാസത്തെ പൈസ കൊടുക്കുന്നത്. സമ്മർദ്ദം ചെലുത്തുന്നതിന് ജോയിയേക്കാൾ കരുത്തനായ ഒരു പാർലമെന്റ് അംഗം ഇല്ല. ഇത് കേരള സർക്കാരാണ് കേരള സർക്കാരാണ് പ്രവാസികൾക്ക് ശമ്പളം കൊടുക്കുന്നത്. പ്രവാസി ചിട്ടി പറഞ്ഞത് കേരള ഇന്ത്യ ഗവൺമെന്റ് നൽകേണ്ടുന്ന അർഹമായ സാമ്പത്തിക വിഹിതം നൽകുന്നില്ല. കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ് തീരുമാനം. ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് പ്രധാനമന്ത്രിയോട് ചോദിച്ചു, ഞങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ 50% തുക നിങ്ങൾ എന്തുകൊണ്ട് നൽകുന്നില്ല? ഇന്ന് 40% തുക പോലും നൽകുന്നില്ല കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക്. അപ്പോഴും അതാണ് മെച്ചമെന്നാണ് ചില സുഹൃത്തുക്കൾക്ക് ധാരണയുണ്ടെങ്കിൽ അതാണ് തിരുത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ പണിയെടുക്കുന്ന വിഭാഗം ഇന്ത്യ ഗവൺമെന്റ് അവരെ കൊള്ളയടിക്കുകയാണ്, പൊതുമുതൽ കട്ടുമുടിക്കുകയാണ്, അങ്ങനെ അഴിമതി സ്ഥാപനവൽക്കരിക്കപ്പെടും. അതാണ് ഇലക്ട്രൽ ബോണ്ടിലടക്കം നമ്മൾ കണ്ടത്. സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചത്. ചുറ്റിക്കാരുവാൾ നക്ഷത്രത്തിന് ഇവിടെ കോൺഗ്രസ് മത്സരിക്കുന്നത് ഈ ചുറ്റികള അരിവാള് പോവാതിരിക്കാനല്ല. നമുക്ക് ചിഹ്നമുണ്ട്, ചിഹ്നമുണ്ടാവും, നമ്മൾ ഭരിക്കും. ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി, ഈ നാട്ടിൽ വികസനം നടക്കാൻ വേണ്ടി, ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും കേരള സർക്കാരിൽ നിന്നും മുക്തി കിട്ടുവാൻ വേണ്ടിയും ഇവിടെയുള്ള CPM-കാരും BJP-കാരും അടക്കമുള്ള പാവപ്പെട്ട ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു വോട്ട് അടൂർ പ്രകാശിന് കൈപ്പത്തിലാണ് വിജയിപ്പിക്കണം മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യാതെ വൈകാരികമായ വിഷയങ്ങൾ മാത്രം കേരളത്തിൽ ബോധപൂർവം ചർച്ച ചെയ്യുന്ന ഒരു ഇലക്ഷനാണിത്. നാട്ടിലെ ജനങ്ങൾക്കറിയാം യഥാർത്ഥ വികസനം എന്താണ് എന്ന്. അങ്ങനെ വികസന കുതിപ്പിന് വേണ്ടിയിട്ട് വി മുരളീധരൻ താമര ഇടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഈ നാട് വിജയിപ്പിച്ച് ഈ നാട്ടിൽ യഥാർത്ഥ വികസനം എന്താണ് എന്ന് ആറ്റിങ്ങൽ പാർലമെന്റുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ശരി, അതാണ്. അപ്പൊ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ജോയ് കൊണ്ടുവരാൻ അഡ്വക്കേറ്റ് VS ജോയിയെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുമോ? ഒപ്പം തന്നെ അടൂർ പ്രകാശ് അദ്ദേഹം ഈ മണ്ഡലം നിലനിർത്തുമോ? പ്രകാശം പരത്താൻ അദ്ദേഹത്തിന് കഴിയുമോ? ഇനി അതല്ല കേന്ദ്രമന്ത്രിയാകാൻ വി മുരളീധരൻ ഒരിക്കൽ കൂടി എത്തുമോ? ഇതിനൊക്കെയുള്ള ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ഇനി തെരഞ്ഞെടുപ്പിന് 12 നാൾ മാത്രം ബാക്കി. ഇവിടെ ചൂടേറിയ പ്രചാരണമാണ് നടക്കുന്നത്. സംവാദം വളരെ ചൂടേറിയതായിരുന്നു. ഒട്ടേറെ പ്രചാരണ വിഷയങ്ങളുമുണ്ട്. ഇപ്പോൾ അത് ഈ സംവാദത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. നാളെ നമ്മൾ തിരുവനന്തപുരം മണ്ഡലത്തിലേക്കാണ്. അവിടെ നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സിലാണ് പരിപാടി. വൈകിട്ട് 4 മുതൽ 5 വരെ. ഇന്നത്തെ സംവാദം അവസാനിക്കുന്നു. താങ്ക് യു. You are watching 24.